إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ ദുനിയാവിനെ അല്ലാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളില്ലാതെ ഈ ദുനിയാവും അതിലെ ജീവിതവും നമുക്ക് ഒരിക്കലും സാധ്യമല്ല. മനുഷ്യർ മാത്രമല്ല, ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സകല ജീവജാലങ്ങളും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കുക. അതല്ലാത്ത പക്ഷം ഒരു മനുഷ്യർക്കും ഈ ദുനിയാവിൽ ജീവിക്കുക എന്നത് സാധ്യമല്ല. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്തു തന്ന പല അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. അതിൽ പലപ്പോഴും പല അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് അത് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാതെയാണ്. അത്തരമൊരു അനുഗ്രഹത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ചിന്തകളെ തട്ടി ഉണർത്തുന്നത്. നമ്മുടെ ചിന്തകളെയും നമ്മുടെ കണ്ണുകളെയും കാതുകളെയും അല്ലാഹു വിളിക്കുന്നത് അത്തരമൊരു അനുഗ്രഹത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ഫുർഖാൻ അതിൻ്റെ 45-46 വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അലം തറ ഇലാ റബ്ബിക് കൈഫ മദ്ദദ്ദില്ല വലൗ ശാഅ ലജഅലഹു സാകിന ثم جعلناه الشمس ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. അല്ലാഹു ചോദിക്കുകയാണ്, അലം തറ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ നോക്കുന്നില്ലേ? കൈഫ മദ്ദദ്ദില്ല, അല്ലാഹു എങ്ങനെയാണ് തണലിനെ നീട്ടിയിട്ടിരിക്കുന്നത്, അല്ലാഹു എങ്ങനെയാണ് നിഴലിനെയും തണലിനെയും പരത്തി തന്നിരിക്കുന്നത്, നീട്ടിയിട്ട് തന്നിരിക്കുന്നത്. വലൗ ശാഅ ലജഅലഹു സാകിന, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തണലുകളെ, നിഴലുകളെ അല്ലാഹുവിന് നിശ്ചലമാക്കാൻ സാധിക്കുമായിരുന്നു. പിന്നീട് സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, ആ തണലുകൾക്ക് മീതെ അല്ലാഹു സൂര്യനെ തെളിവായി കൊണ്ടുവന്നു. പിന്നീട് സുമ്മ ഖബൽനാഹു ഇലൈനാ ഖബ്ലൻ യസീറ, പിന്നീട് അല്പാൽപമായി നമ്മളിലേക്ക് അതിനെ നാം പിടിച്ചു കൊണ്ടുവരുന്നു എന്നും അല്ലാഹു പറയുന്നു. ഒരുപാട് ചിന്തിക്കാനുള്ള, ഒരുപാട് അർത്ഥഗർഭമായ ആശയമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. കാരണം അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹത്തെ അല്ലാഹു എടുത്തു കാട്ടുകയാണ്. തണലെന്നു പറയുന്ന, നിഴലെന്നു പറയുന്ന വലിയൊരു അനുഗ്രഹത്തെയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എങ്ങനെയാണ് സഹോദരങ്ങളെ? അല്ലാഹു പറയുന്നു, അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദദ്ദിൽ, അല്ലാഹു എങ്ങനെയാണ് ദില്ലിനെ, തണലിനെ, നിഴലിനെ അല്ലാഹു വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ സമയമെന്ന് പറയുന്നത് മാ ബൈന തുലൂഇൽ ഫജ്ർ ഇലാ തുലൂഇശ് ശംസ്, പ്രഭാതം ഉദിച്ച് സൂര്യോദയത്തിൻ്റെ ഇടയിലുള്ള സമയം. ആ സമയത്ത് ചെറിയൊരു വെളിച്ചമുണ്ടാകും. മൊത്തം ഒരു നിഴലിനാൽ, ഒരു തണലിനാൽ നമുക്കൊരാശ്വാസം നൽകിയിട്ടുണ്ടാകും. ആ സമയത്ത് നമ്മുടെ നിഴല് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല. മൊത്തത്തിൽ ഒരു തണൽ അല്ലാഹു വിധാനിച്ചിട്ടുണ്ട്. അത് തണലായിരുന്നുവെന്നും അത് നമുക്ക് അനുഗ്രഹമായിരുന്നുവെന്നും തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല സുമ്മ ജഅൽന ശംസ അലൈഹി ദലീലാ, സൂര്യനെ അല്ലാഹു തെളിവായി കൊണ്ടുവന്നു. സൂര്യനെ കൊണ്ടുവന്നപ്പോഴേക്കുമാണ് നമ്മൾ ഇതുവരെ ഒരു തണലിലായിരുന്നു,
ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അത് രാത്രിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ആ തണൽ വിരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം, കാരണം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ നബിയെ പറയണം, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കിയിരുന്നെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാൻ അല്ലാഹു അല്ലാത്തൊരു ഇലാഹുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു ചോദിച്ചു, വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു പകലിനെ നിങ്ങൾക്ക് ശാശ്വതമാക്കി തന്നിരുന്നെങ്കിൽ, നിങ്ങൾക്ക് സമാധാനത്തോടെ രാത്രി ഉറങ്ങാൻ നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരുന്ന ഒരു ഇലാഹു വേറെയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ സഹോദരങ്ങളെ, സൂര്യൻ നമ്മളിലേക്ക് ഉദിച്ചു വന്നപ്പോഴാണ് തണലിനെ നമ്മൾ തിരിച്ചറിഞ്ഞത്, തണലെന്ന അനുഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നോക്കൂ, നമ്മൾ ഈ ചുട്ടുപഴുത്ത ഈ ഒരു വെയിലത്ത് നടന്നു നീങ്ങുമ്പോൾ, ഈ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പുറത്തുകൂടി നടന്നു നോക്കിയാൽ, നമുക്ക് ഒരു വെയിലില്ലാത്തൊരു സ്ഥലം കാണണമെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെയോ ഒരു മരത്തിൻ്റെയോ ഒരു വൃക്ഷത്തിൻ്റെയോ നിഴല് നമുക്ക് കാണണം. ആ നിഴലിനെ അല്ലാഹു സൃഷ്ടിച്ചത് സൂര്യനെ കൊണ്ടുവന്നപ്പോഴാണ്. അത് നിഴലായിരുന്നു, അത് തണലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അതാണ് ഇവിടെ അല്ലാഹു പറഞ്ഞത്, സൂര്യനെ അതിൻ്റെ മേലൊരു ദലീലൻ, ഒരു തെളിവാക്കി നിശ്ചയിച്ചിരുന്നു. സൂര്യൻ ഉദിച്ചില്ല എന്ന് നമ്മൾ വിചാരിക്കുക, അത് തണലാണെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. നമുക്ക് ഓരോ വസ്തുക്കൾക്കും നിഴലുണ്ടായിരുന്നുവെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. സൂര്യനെ കൊണ്ടുവന്നപ്പോഴാണ് ഓരോ വസ്തുക്കൾക്കും നിഴൽ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാല, അല്ലാഹു എല്ലാ വസ്തുക്കൾക്കും, അവൻ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കൾക്കും അല്ലാഹു തണൽ നിശ്ചയിച്ചിട്ടുണ്ട്, നിഴല് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നിഴലിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സൂര്യന്റെ ഉദയമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരിടത്ത് പറഞ്ഞത്, വലദ്ദില്ല വലൽ ഹറൂർ, ദില്ലും തണലും സൂര്യന്റെ വെയിലും സമമാവുകയില്ല. സൂര്യന്റെ വെയിൽ വന്നാൽ തണൽ മാഞ്ഞു പോകും, തണൽ വന്നു കഴിഞ്ഞാൽ സൂര്യന്റെ പ്രകാശം മങ്ങും, നമുക്ക് ആശ്വാസം ലഭിക്കും. സഹോദരങ്ങളെ, ഇത് വലിയൊരു ദൃഷ്ടാന്തമാണ്. എന്താണ് ദൃഷ്ടാന്തം? നമ്മളോട് അല്ലാഹു ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ സൂര്യനോ അതല്ലെങ്കിൽ ഈ തണലോ ഏതെങ്കിലും ഒന്ന് നമുക്കില്ലായിരുന്നെങ്കിൽ, രണ്ടുമില്ലാത്ത അവസ്ഥ പോട്ടെ, ഏതെങ്കിലും ഒന്നില്ലായിരുന്നെങ്കിൽ നമുക്കെങ്ങനെ ജീവിക്കാൻ കഴിയും? നമുക്കെങ്ങനെ അധ്വാനിക്കാൻ കഴിയും? നമുക്കെങ്ങനെ പഠനം നടത്താൻ കഴിയും? നമുക്കെങ്ങനെ വിശ്രമിക്കാൻ കഴിയും? സൂര്യന്റെ കടന്നുവരവ്, സൂര്യന്റെ ഉദയമില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. നമുക്ക് എങ്ങനെയാണ് ജോലിയെടുക്കാൻ കഴിയുക? നേരെ തിരിച്ചും ചിന്തിക്കും, സൂര്യൻ അസ്തമിക്കുന്നില്ല, തണൽ കടന്നു വരുന്നില്ല, രാത്രി കടന്നു വരുന്നില്ല. അങ്ങനത്തെ അവസ്ഥയുണ്ടായാൽ എന്താകുമായിരുന്നു? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പകലെന്ന് പറയുന്ന അനുഗ്രഹത്തെയും രാത്രി എന്ന അനുഗ്രഹത്തെയും എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കുന്നു, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണ് അതിനെ തിരിച്ചു കൊണ്ടുവരിക എന്ന്. ആ ഇലാഹിനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോടാണ് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നന്ദിയുള്ളവരാകാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തണൽ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. നമ്മൾ നടന്നു നീങ്ങുന്നത് ചുട്ടുപഴുത്ത വെയിലത്തുകൂടിയാണെങ്കിൽ ആ സമയത്തൊരു ബിൽഡിങ്ങിന്റെ നിഴൽ നമ്മുടെ നേരെ വരുമ്പോൾ നമുക്കൊരാശ്വാസമുണ്ട്. നമ്മളൊരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു, ഒരു മരത്തിന്റെ താഴെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നൊരാശ്വാസമുണ്ട്. ഒരു തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആ സമയത്ത് ആ തണലിനെ സംവിധാനിച്ച അല്ലാഹുവിനെ നമുക്ക് ഓർക്കാൻ കഴിയണം. ആ സന്ദർഭത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയണം. അതാണ് ഒന്നാമത്തെ ആ തണൽ നൽകിയ റബ്ബിനോടുള്ള ബാധ്യത. ഇനി ആ തണലിനോട് ചില അവകാശങ്ങളുണ്ട്, തണലിനോട് ചില കടമകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആളുകൾ വിശ്രമിക്കുന്ന തണലുകൾ, ആ തണലുകളിൽ മൂത്രമൊഴിക്കുന്നവർ, കാഷ്ടിക്കുന്നവർ, അവർക്ക് ശാപമുണ്ടാകട്ടെ, അവർ അല്ലാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണ്
എന്ന് പ്രവാചകന്റെ ഹദീസുകൾ കാണാൻ കഴിയും. ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങൾ, മരത്തിന്റെ തണലുകൾ, അവിടെ നമ്മൾ ഒരിക്കലും വൃത്തികേടാക്കാൻ പാടില്ല. അവിടെ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. അത് ആളുകൾക്ക് ആശ്വാസത്തിന്റെ കേന്ദ്രമാണ്. സഹോദരങ്ങളെ, മഹാനായ മൂസ അലിഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വായിച്ചവരാണ് നമ്മൾ. മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാം മദിയനിലെത്തി. മദിയനിൽ ഷുഐബ് നബിയുടെ 2 പെൺമക്കൾ അവരുടെ ആട്ടിൻകുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ സാധിക്കാതെ മാറി നിന്നപ്പോൾ ആ വലിയ ആട്ടിൻ പറ്റത്തെ ഒറ്റക്ക് വെള്ളം കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ സുരക്ഷിതമായി ഏൽപ്പിച്ചതിന് ശേഷം മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയെ വിശുദ്ധ ഖുർആൻ അത് അനുസ്മരിക്കുന്നുണ്ട്. സുമ്മ തവല്ല ഇല ദില്ല്, അദ്ദേഹം തണലിലേക്ക് മാറി നിന്നു എന്നാണ്. നോക്കൂ, തണലിലേക്ക് മാറി നിന്നു ഒരാശ്വാസത്തിന് വേണ്ടി. എന്നിട്ട് ആകാശത്തിലുള്ളവനോട് തേടി, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ നീ ഇറക്കിത്തരുന്ന ഏതൊരു അനുഗ്രഹങ്ങൾക്കും ഞാൻ ഫക്കീറാണ് റബ്ബേ. നോക്കൂ, ആ സമയത്ത് തണലിലേക്ക് മാറി നിന്ന് തണലേകിയ റബ്ബിനെ വിളിക്കുന്ന മൂസാ നബിയിൽ നമുക്ക് മാതൃകയുണ്ട് സഹോദരങ്ങളെ. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ പ്രവാചകൻ വൃക്ഷങ്ങളുടെ തണൽ സ്വീകരിച്ച എത്രയെത്ര ചരിത്രമുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിയരുടെ ജനതയുടെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആയത്തോതി പഠിപ്പിച്ചു തന്നു. വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ. ബനൂ ഇസ്രായേലിൽ അതേ മൂസാ നബിയുടെ ജനതയെ കൊല്ലങ്ങളോളം തീഹ് മരുഭൂമിയിൽ അള്ളാഹു ശിക്ഷയെന്നോളം അലഞ്ഞു നടക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവർക്ക് അള്ളാഹു ആശ്വാസമായി നൽകിയത്, ആദ്യം എണ്ണിപ്പറഞ്ഞത്, അവർക്കുമീതെ മേഘങ്ങൾ കൊണ്ട് അള്ളാഹു തണൽ വിരിച്ചു എന്നാണ്. മേഘങ്ങൾ അവർക്ക് തണലായി വരുമായിരുന്നു. പിന്നീട് അവർക്ക് മന്നയും സൽവയും നൽകി. നോക്കൂ, തണൽ എന്ന് പറയുന്ന അനുഗ്രഹത്തെ വലിയൊരു നിഅമത്തായി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ തണൽ നൽകിയ റബ്ബിനോട് ആ തണൽ ലഭിക്കുമ്പോൾ മനസ്സുകൊണ്ട് നാവുകൊണ്ട് അൽഹംദുലില്ലാ പറയാനും ആ റബ്ബിനെ മാത്രം ഏതു സമയങ്ങളിലും നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനും കഴിയണം. മാത്രമല്ല മറ്റുള്ളവർക്ക് തണലേകാൻ കഴിയണം. വൃക്ഷങ്ങൾ പിടിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ ടെന്റുകൾ കെട്ടിക്കൊണ്ട്. നമുക്കറിയാം, നാടുകളിൽ പല സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളില്ല. അവിടെ ബസ് സ്റ്റോപ്പുകളും അതേപോലെ തന്നെ കാത്തുനിൽപ്പ് പുരകളും ഉണ്ടാക്കി നമുക്ക് അവർക്ക് തണലേകാൻ കഴിയും. പള്ളികൾ നിറഞ്ഞു കവിഞ്ഞ് പള്ളികളുടെ പുറത്ത് ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് അവിടെ നമുക്ക് ടെന്റുകൾ കെട്ടാം. ഇങ്ങനെ എത്ര തണലുകൾ ആളുകൾക്ക് നൽകാൻ കഴിയും. പ്രവാചകന്റെ ഹദീസിൽ കാണാം, നിങ്ങളൊരു ചെടി നട്ടാൽ ആ ചെടി വളർന്ന് അത് വൃക്ഷമായാൽ ആ വൃക്ഷത്തിൻ്റെ തണലേകുന്നവർ, അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ആ വൃക്ഷത്തിൽ നിന്ന് കായ്ക്കനികൾ കഴിക്കുന്ന പക്ഷികൾ, അതിൽ നിന്ന് സുഖമെടുക്കുന്നവർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നാണ്. അതുകൊണ്ട് തണൽ ലഭിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് തണലേകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് നന്ദി കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ളവർക്ക് തണലേകാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇത്തബഅ ഹദിയഹു മിൻ ബഅദിഹി. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നമുക്ക് നൽകിയ വലിയ ആശ്വാസവും അനുഗ്രഹവുമാണ് തണലെങ്കിൽ, മരണാനന്തരം പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോൾ അവിടെയും അല്ലാഹു ചില ആളുകൾക്ക് അവൻ്റെ ആശ്വാസമെന്നോളം, അവൻ്റെ തൃപ്തിയെന്നോളം, അവൻ നൽകുന്ന കറാമത്തെന്നോളം ചില ആളുകൾക്ക് അല്ലാഹു തണൽ നൽകും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി, 7 വിഭാഗം ആളുകൾ, അവർക്ക് അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണൽ നൽകുമെന്നാണ്. ആരൊക്കെയാണവർ? യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അല്ലാഹുവിൻ്റെ തണലല്ലാത്ത, അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലല്ലാത്തൊരു തണലില്ലാത്ത ദിവസം അല്ലാഹു 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. വശാബുൻ, ആദ്യമെണ്ണിയതൊരു യുവാവിനെയാണ്. അതേപോലെ തന്നെ ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, അല്ലാഹുവിന് ഇബാദത്തുകൾ ചെയ്തൊരു യുവാവ്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാലത് ഐനാഹ്,
അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർത്ത് ഒഴിഞ്ഞിരുന്ന് കരഞ്ഞ കണ്ണുകൾ, ആ കണ്ണുകളുടെ ഉടമ. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളോട് ഹൃദയം കൂട്ടി ഇണക്കപ്പെട്ട ഒരു മനുഷ്യൻ. വറജുലാനി തഹബ്ബാ ഫില്ലഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി, രണ്ടാളുകൾ അവരല്ലാഹുവിന്റെ പേരിൽ സ്നേഹിച്ചു, അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം വെറുത്തു. അങ്ങനെയുള്ള ആളുകൾ. വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ, ഒരു പെണ്ണ് അവളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി തെറ്റുകൾ ചെയ്യാൻ അവനെ വിളിച്ചപ്പോൾ ഇന്നി യഖാഫുല്ലാഹ് എന്ന് അവൻ പറഞ്ഞുകൊണ്ട് ആ ഒരു തിന്മയിൽ നിന്ന് മാറിയ യുവാവ്. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ, ഒരാൾ സ്വതക്ക കൊടുത്തു രഹസ്യമായി. എത്രത്തോളം? ഹത്താ ലാ തഅലമ ശിമാലുഹു മാ സനഅത് യമീനുഹു, അവന്റെ വലത് കൈ കൊടുത്തത് അവന്റെ ഇടത് കൈ പോലും അറിയാതെ അത്രയും രഹസ്യമായി സ്വതക്കകൾ കൊടുത്ത മനുഷ്യൻ. ഇങ്ങനെ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുമെന്നാണ്. ഏത് സമയത്താണ് നമ്മൾ ആലോചിക്കണം. സൂര്യൻ, കത്തിജ്വലിക്കുന്ന സൂര്യനെ അള്ളാഹു നമ്മുടെ തലക്കുമീതെ കൊണ്ടുവന്ന് നിർത്തുന്ന ആ വിചാരണയുടെ ഭൂമിയിൽ അള്ളാഹു വിചാരണ വൈകിപ്പിക്കുമെന്നാണ്. എല്ലാ മനുഷ്യരും ആദം നബി മുതൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഓടും. വിചാരണ ഒന്ന് വേഗത്തിലാക്കിയിരുന്നെങ്കിൽ ഈ നൃത്തം നിൽക്കാൻ സാധിക്കുന്നില്ല. ഈ ചൂട് കൊണ്ട്, ഈ ഒരു വെയിൽ കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ഓരോരുത്തരും ചെയ്ത തിന്മകളുടെ കാരണത്താൽ അവർ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അത്രയും ഭയാനകരമായ ഒരവസ്ഥയിൽ അള്ളാഹു ചില ആളുകൾക്ക് സംരക്ഷണം നൽകും, അഭയം നൽകും, തണലേകും. ആ 7 വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലും റിഇൻ ഫീ ദില്ലി സദഖതിഹി ഹത്താ യുഫ്സല ബൈനൻ നാസ്, ജനങ്ങളെ, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും അവകാശികളെ വേർതിരിക്കുന്നതുവരെ അള്ളാഹു ചില ആളുകൾക്ക് തണൽ നൽകുന്നത് എങ്ങനെയാണെന്നറിയുമോ? അവർ കൊടുത്ത സ്വതക്കകൾ, അവർ കൊടുത്ത ദാനധർമ്മങ്ങൾ അതവർക്ക് തണലേകും നാളെ പരലോകത്ത് വിചാരണയുടെ സമയത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തർക്കും സ്വതക്ക കൊടുക്കുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന നാളെ വിചാരണയുടെ ഭൂമിയിൽ എനിക്ക് ഈ സ്വതക്ക തണലായി മാറണമെന്ന നിയ്യത്തിൽ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്കകൾ സ്വീകരിക്കുമാറാകട്ടെ. അവസാനം നരകത്തിൽ നിന്ന് പുറത്തു വരുന്നൊരു മനുഷ്യനെ പറ്റി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അവസാനം ആ മനുഷ്യനാണ് നരകത്തിൽ നിന്ന് പുറത്തു വരിക. ആ മനുഷ്യനാണ് അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുക. നരകത്തിൽ നിന്ന് അവനെ പുറത്തെത്തിച്ചു കഴിയുമ്പോൾ നരകത്തിന്റെ ചൂടും പുകയും സഹിക്കാൻ കഴിയാതെ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയും, റബ്ബേ, ഈ നരകത്തിന്റെ ചൂടിൽ നിന്നും പുകയിൽ നിന്നും ഇതിന്റെ ഈ ഒരു പ്രയാസത്തിൽ നിന്ന് നീ എന്നെ അകറ്റിത്തരണം. ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ ഒരു മരം, ഒരു വൃക്ഷം കാണുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കും, അല്ലാഹുവേ അദിനിനി ഹാദിഹി ഷജറ, ഈ മരത്തിലേക്ക് എന്നെ നടിപ്പിക്കണേ റബ്ബേ. അപ്പൊ അള്ളാഹു ചോദിക്കും, മോനെ, ആദമിന്റെ മകനെ, നിന്നെ ഞാൻ ആ മരത്തിന്റെ അടുക്കലേക്ക് അടുപ്പിച്ചാൽ നീ ഇനി വല്ലതും ചോദിക്കുമോ? ഇല്ല റബ്ബേ, ഞാൻ ഒന്നും ചോദിക്കില്ല. അപ്പോൾ ആ മനുഷ്യനെ ആ വിശാലമായ മരത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുമെന്നാണ്. ആ മരത്തിന്റെ തണൽ ലഭിക്കും. ആ മരത്തിൽ നിന്നുള്ള മുഴുവൻ ആശ്വാസങ്ങളും അവന് ലഭിക്കും. ആ മരത്തിന്റെ തണൽ ആസ്വദിച്ചു കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹു ഒരു മരം അടുത്തത് അവന്റെ മുന്നിൽ കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ അള്ളാഹുവിനോട് ആ മനുഷ്യൻ ചോദിക്കും, അതിനി ഹാദിഹി ഷജറ, റബ്ബേ, ആ കാണുന്ന മരത്തിലേക്ക് എന്നെ ഒന്ന് അടുപ്പിക്കണം. അപ്പൊ അള്ളാഹു ചോദിക്കും, ആദമിന്റെ മകനെ, നീ എന്നോടൊന്നും ചോദിക്കില്ല എന്നല്ലേ പറഞ്ഞത്? റബ്ബേ, ഇനി ഞാനൊന്നും ചോദിക്കില്ല. അടുത്ത മരത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുമെന്നാൽ ആ മരത്തിന്റെ തണലാസ്വദിച്ച്, ആ മരത്തിലെ കായ്ക്കനികൾ രുചിച്ച്, ആ മരത്തിൽ നിന്നൊഴുകി വരുന്ന വെള്ളങ്ങൾ, ചാറുകൾ അവൻ കുടിച്ചാസ്വദിക്കുമ്പോൾ അടുത്ത മരം കാണിച്ചു കൊടുക്കുമെന്നാണ്. നോക്കൂ, നരകത്തിൽ നിന്ന് അവസാനം പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന ആ ഒരു കറാമത്ത്, ആ ഒരു ആദരവ് എത്രത്തോളമാണ്. അങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുമെന്നാണ്. സുദീർഘമായ ഒരു ഹദീസാണ്. അങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ സ്വർഗക്കാരുടെ ശബ്ദവും സ്വർഗക്കാരുടെ സംസാരങ്ങളും അവിടുത്തെ നദികളുടെ, അവിടുത്തെ പുഴകളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, റബ്ബേ, എന്നെ ഈ സ്വർഗത്തിലേക്കൊന്ന് പ്രവേശിപ്പിക്കണേ എന്ന് പറയും. സഹോദരങ്ങളെ, നോക്കൂ, നരകത്തിന്റെ പുകയും ചൂടും അനുഭവിച്ച് പുറത്തിറങ്ങിയ മനുഷ്യൻ നരകം മുതൽ സ്വർഗത്തിലേക്ക് എത്തുന്ന വഴിയിൽ അള്ളാഹു ആ മനുഷ്യന് തണലേകുമെന്നാണ്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നാളെ പരലോകത്തും തണൽ ലഭിക്കേണ്ടതുണ്ട്. അതിനെ അർഹനാകാൻ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. 7 ആളുകളെ പ്രവാചകൻ എണ്ണിപ്പറഞ്ഞു. അതിലേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ അർശിന്റെ തണൽ നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കൊടുത്ത സ്വതക്കകൾ നാളെ നമുക്ക് തണൽ വിരിക്കുന്ന വലിയൊരു അനുഗ്രഹമായി അല്ലാഹു മാറ്റുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും പാകപ്പിഴവുകളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖീങ്ങളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം വിരാജിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഒരുപാട് ആളുകൾ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽവാസികൾ, അവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് دعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا اللهم وفق رئيس الدولة وحكام الإمارات اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.